പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാൽ വിവാഹ തട്ടിപ്പ് വീരനാണെന്ന വിവരം. 2 വിവാഹങ്ങളെ രജിസ്റ്റർ ചെയ്തതിന്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. ഈ ആരോപണങ്ങൾ തള്ളുകയാണ് പക്ഷേ രാഹുലിന്റെ കുടുംബം. സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചിട്ടില്ലെന്നും മുൻപ് നിശ്ചയം കഴിഞ്ഞ വിവരം പറവൂരിലെ പെൺകുട്ടിക്ക് അറിയാമായിരുന്നുവെന്നും രാഹുലിന്റെ കുടുംബം പറഞ്ഞു. നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല കുട്ടി. പിന്നെ നമ്മൾ എപ്പോൾ സ്ത്രീധനം ചോദിക്കാനാ? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ചോദിക്കൂല. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരിക്കലും ആ കുട്ടീനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇവള് പറയുന്നത് ഞങ്ങളെല്ലാം ഒഴിവായി കൊടുക്കണം, അതായത് എന്നെ ഉൾപ്പെടെ അമ്മയും പെങ്ങളും എല്ലാവരും ഇവിടെ നിന്ന് ഒഴിവായി കൊടുത്താൽ ഇവിടെ നിൽക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിൽക്കൂല. ഒരിക്കലും അല്ല, ഞാൻ അത് എവിടെ വേണമല്ലോ എന്ന് പറയാം. ഒരിക്കലും ഞങ്ങൾ സ്ത്രീധനം ചോദിച്ചിട്ടില്ല. മോന് കല്യാണമായിട്ട് കഴിച്ചത് ഈ കുട്ടീനെയാണ്. കോട്ടയത്തു നിന്ന് നിശ്ചയം കഴിഞ്ഞതാണ്. ഈ 2 കാര്യം അമ്മയ്ക്കറിയാം. രാഹുലിന്റെ കുടുംബം പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പെൺകുട്ടിയുടെ പിതാവ് 24-നോട് പറഞ്ഞു. അവർ കുട്ടിയോടും ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ പൊസിഷനൊക്കെ അറിയാമല്ലോ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുമല്ലോ എന്നുള്ള രീതിയാണ്. ഇത്ര വേണമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് കുറവാണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് മകളോട് പ്രതികരിച്ചിട്ടുണ്ട്. പിന്നീട് അത് അവർ മറ്റ് രീതിയിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നറിയാൻ കഴിയും, അവർ പറഞ്ഞതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. ഈ കുട്ടിയുടെ ഞങ്ങൾ 26 പേരാണ് അവിടെ ചെന്നത്, കുട്ടികളടക്കം. അപ്പോൾ ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എൻ്റെ മകളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, എൻ്റെ ഭാര്യയ്ക്കും മറ്റുള്ളവർക്കും. കാരണം വെച്ചാൽ അത്ര വികൃതമായിരുന്നു മുഖം. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ 2 എൻഗേജ്മെൻറ്റ് നടന്നതാണെന്നും പിന്നീട് ആ കുട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നും ഒക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. കോട്ടയത്ത് ഒരു ഡോക്ടർ ആയിട്ടാണ് അത് ബന്ധമുണ്ടായത്. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞതാണ് നമ്മളിപ്പോൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഇതിലെ വരൻ രാഹുൽ ഇതിനു മുൻപും വിവാഹം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണ് എന്നുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്താണ് ഇതിലെ യഥാർത്ഥ വസ്തുത എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അശ്വിൻ പാലാടി ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണോ എന്ന കാര്യത്തിൽ അശ്വിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പ്രതികരണം ഈ സന്ദർഭത്തിൽ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. വിനീത വിജി നമ്മളോടൊപ്പം ഉണ്ട് കൊച്ചിയിൽ നിന്ന്. വിനീത, എനിക്ക് തോന്നുന്നു വിനീതയ്ക്ക് ഒപ്പം ഇപ്പോൾ ഈ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന നവവധുവിൻ്റെ അമ്മ വിനീതയുടെ കൂടെയുണ്ട്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ ഭർത്താവ് രാഹുൽ അയാൾ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണോ എന്നുള്ള സംശയം നമുക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അശ്വിൻ പാലാഴിയിലേക്ക് നമുക്ക് ആദ്യം പോകാം. അശ്വിൻ, ഈ രാഹുൽ ഇതിന് മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇതുപോലെ സ്ത്രീധനത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ഒരാളാണോ ഈ രാഹുൽ എന്ന് പറയുന്നയാൾ? രാഹുലിൻ്റെ അമ്മ സംസാരിക്കുന്ന നേരത്തെ കേട്ടു. അപ്പോൾ മുൻപൊരു നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട്, വിവാഹം കഴിക്കുന്നത് ആദ്യമായിട്ട് ഈ പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്? ഗോപികൃഷ്ണൻ, ഈ രാഹുൽ വഴി പറവൂരിലെ പെൺകുട്ടി മർദ്ദനം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ആ പെൺകുട്ടി എങ്ങനെയൊക്കെ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതിന്റെ കൂടി തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2023 അവസാനം ആണ് ഈ രാഹുൽ മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹ നിശ്ചയം കഴിയുകയും അതിനുശേഷം വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അത് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു വിവരത്തിന്റെ എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്തായിരുന്നു വിവാഹം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇയാളുടെ സ്വഭാവ വൈകല്യം മനസ്സിലാക്കിയ പെൺകുട്ടി വിവാഹത്തിൽ നിന്നും പിന്മാറുകയും ഇതിന്റെ നടപടികൾ, അതായത് വിവാഹമോചനത്തിന്റെ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. അങ്ങനെ കോടതിയിലേക്ക് കേസ് എത്തുകയും അത് കോടതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു വിവാഹം, അത് പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നത്. അതായത് ആത്യന്തികമായി പറഞ്ഞാൽ ആദ്യ രജിസ്റ്റർ ചെയ്ത വിവാഹത്തിൽ നിന്നും വിവാഹമോചനം നേടാതെയാണ് പറവൂരിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റു നടപടികളുമായി പെൺകുട്ടികൾ, കൂടുതൽ പരാതികൾ ഈ രാഹുലിനെതിരെ വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതിനുശേഷമാണ് 5-ാം തീയതി വിവാഹം കഴിയുന്നതും പിന്നീട് ഈ പറവൂരിലെ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നതുമൊക്കെ അതിനുശേഷമാണ്. അങ്ങനെയാണ് വാർത്ത പുറത്തു വരുന്നത്. ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് എറണാകുളത്ത് നിന്നടക്കമുള്ള പെൺകുട്ടികൾ ഈ രാഹുലുമായി